ഇപ്പോൾ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവുമില്ല, പെൻഷനുമില്ലാത്ത ഗതികേടുമെന്നല്ല. എന്തായിരിക്കും അവസ്ഥ? അവസാനം കൈപ്പറ്റിയ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ഉറപ്പാക്കുന്ന രണ്ടാം പിണറായി സർക്കാർ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കിയെന്ന് ഉത്തരവിറക്കുകയും ചെയ്ത അഷ്വേഡ് പെൻഷൻ പദ്ധതി LDF സർക്കാരിനൊപ്പം പടിയിറങ്ങിപ്പോയി. അതൊരു പ്രതീക്ഷയായിരുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക്. ഈ പദ്ധതി 2 മാസമായിട്ടും പ്രാബല്യത്തിലായിട്ടേയില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ സർക്കാർ സർവീസിൽ ചേർന്ന 2000-ഓളം ജീവനക്കാർക്ക് അതിനാൽ പങ്കാളിത്ത പദ്ധതി തിരഞ്ഞെടുക്കേണ്ടി വന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്പാർക്കിൽ വിവരങ്ങളില്ല. പെൻഷൻ ഫണ്ട് രൂപീകരിക്കുക, സർക്കാർ വിഹിതം കൈമാറുക, ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം നിശ്ചയിക്കുക തുടങ്ങി ഒട്ടേറെ നൂലാമാലകൾ ഇടത് സർക്കാർ ചെയ്തില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്നും അഷ്വേഡ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നവർക്ക് ഇതുവരെ പെൻഷൻ ഫണ്ടിലേക്ക് അടച്ച തുക തിരികെ ലഭിക്കുമെന്ന ഉറപ്പുപോലും കൊടുക്കാൻ മുൻ LDF സർക്കാരിന് കഴിഞ്ഞില്ല. പതിവ് പോലെ ഈ മെയ് അവസാനം ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന സമയമാണ്. 10,000-ഓളം ജീവനക്കാർ വിരമിക്കാനിരിക്കുകയാണ് ഈ ആഴ്ച. അവർക്ക് പകരമെത്തുന്നവർക്കും അഷ്വേഡ് പെൻഷൻ പദ്ധതി തിരഞ്ഞെടുക്കാൻ അവസരമേ ഇല്ല. ചട്ടം തയ്യാറാക്കുന്നതടക്കമുള്ള ഒരു നടപടിയും പൂർത്തിയാക്കാത്തതാണ് പദ്ധതിയെ കടുത്ത അവതാളത്തിലേക്കാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 2 ബജറ്റുകളിലാണ് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ക്ഷേമ പെൻഷൻ അല്ലാത്തതിനാൽ പെൻഷൻകാർ ബഹളവും ഉണ്ടാക്കിയില്ല. എന്നാൽ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാത്രം. അതിനാൽ തീരുമാനമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് അന്ന് UDF അനുകൂല സർവീസ് സംഘടനകൾ ആരോപിച്ചിരുന്നു. പക്ഷെ അവർക്കും ഇത് നടപ്പാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പെൻഷൻ ഫണ്ട് രൂപീകരിക്കുക, സർക്കാർ വിഹിതം കൈമാറുക, ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം നിശ്ചയിക്കുക തുടങ്ങി ഒട്ടേറെ നടപടിക്രമങ്ങൾ ആര് പൂർത്തിയാക്കും? UDF സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ അതെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. പക്ഷേ അതുവരെ പെൻഷൻ പദ്ധതിയിൽ പങ്കാളിത്തം മാത്രമേ തുടരുന്നു. സർക്കാർ ജീവനക്കാർ സർവീസിൽ പ്രവേശിച്ചാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലാണ് ഇപ്പോൾ ചേരുന്നത്. അതിനുള്ള സൗകര്യം സ്പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അഷ്വേഡ് പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള ഒരു സൗകര്യവും സ്പാർക്കിലില്ല. അതിനാൽ അഷ്വേഡ് പെൻഷൻ പദ്ധതിയിൽ ചേരാൻ താല്പര്യം കാട്ടുന്ന പുതിയ ജീവനക്കാർക്ക് കൃത്യമായ മറുപടി നൽകാൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ല. അവസാനം കൈപ്പറ്റിയ ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഈ അഷ്വേഡ് പെൻഷൻ പദ്ധതി. സർക്കാർ വിഹിതവും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നുള്ള വിഹിതവും കൊണ്ടാണ് ഈ പെൻഷൻ ഫണ്ട് പ്രവർത്തിക്കേണ്ടത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്നും അഷ്വേഡ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നവർക്ക് ഇതുവരെ പെൻഷൻ ഫണ്ടിലേക്ക് അടച്ച തുക തിരികെ ലഭിക്കുമെന്ന ഉറപ്പുമില്ല. അങ്ങനെ പെൻഷനുമില്ല, എല്ലാം കുറുപ്പിൻ്റെ പഴയ ഉറപ്പ് മാത്രം. പഴഞ്ചാക്കും കുറുപ്പിൻ്റെ ഉറപ്പും ഒരുപോലെയാണെന്നത് വീണ്ടും ഓർമ്മ വരുന്നു. പെൻഷൻ എന്നത് സർക്കാർ ജീവനക്കാരുടെ അവകാശമാണ്. അതുപോലെ തന്നെ പുതുതായി സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഏത് പെൻഷൻ തിരഞ്ഞെടുക്കണമെന്നതും അതൊരു അവകാശമാണെന്നാണ് ഈ പടിയിറങ്ങുന്നത് വരെ മെയ് മാസത്തിന് ഏപ്രിൽ മാസം അവസാനം വരെ LDF സർക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഒന്നുകിൽ അഷ്വേഡ് പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി, ഇതിലേത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നൊരു ഓപ്ഷനും അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയ്ക്ക് പൊളിയുമില്ല, മധുരവുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വിഷമകരമായ കാര്യം. സർക്കാർ എന്തിനിങ്ങനെ ഒരു അഷ്വേഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നു? ആർക്ക് വേണ്ടി? ആരെ ബോധ്യപ്പെടുത്താൻ? അതിൽ ഈ പദ്ധതി വിഭാവനം ചെയ്തതിൽ ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ പദ്ധതിയെ നടപ്പാക്കാതെ പദ്ധതി പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുന്നത് സർവീസിലേക്ക് വരുന്ന പുതിയ ജീവനക്കാരും സർവീസ് കഴിഞ്ഞ് വീടുകളിൽ പെൻഷൻ വാങ്ങി സ്വസ്ഥമായിരിക്കാമെന്ന് കരുതിയ ആ വിരമിക്കുന്ന ജീവനക്കാരുമാണ്. VD സതീശൻ സർക്കാരെങ്കിലും ധനകാര്യ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശനെങ്കിലും ഇത്തവണ അഷ്വേഡ് പെൻഷൻ പദ്ധതി സംബന്ധിച്ച് വ്യക്തമായൊരു തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരും.